വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ സ്നേഹമുള്ള ദൈവമക്കൾക്ക് ഏവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവും വന്ദനവും. ഒരനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കാം. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് നമുക്ക് തരുന്ന ചില അടിസ്ഥാനപരമായ വേദ ഉപദേശങ്ങളാണ് നമുക്ക് കേൾപ്പാൻ കഴിഞ്ഞത്. നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ ഹൃദയം, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ചിന്തിക്കുന്നത്, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇതാണ് വിഷയം. നിങ്ങളുടെ നിക്ഷേപം അവിടെയാണ്. എല്ലാവർക്കും ബാങ്കിലൊന്നും ബാലൻസ് വേണമെന്നില്ല. ബാങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് തെറ്റല്ല. നിങ്ങൾ ഭൂമിയിലുള്ളതാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ നിങ്ങളുടെ നിക്ഷേപം അവിടെയാണ്, നിങ്ങളുടെ ഹൃദയം അവിടെയാണ്. അത് കള്ളൻ കൊണ്ടുപോകുന്നതാണ്, പുഴുവെടുക്കുന്നതാണ്, അത് തുരുമ്പെടുക്കുന്നതാണ്. നമ്മുടെ ലക്ഷ്യം പ്രാർത്ഥിക്കുന്ന മുഴുവൻ എന്തിനാ? ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കാനല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ കർത്താവ് പറയുക, ഇതൊക്കെ കള്ളൻ കൊണ്ടുപോകുന്നതും പുഴുവെടുത്തു പോകുന്നതും തുരുമ്പെടുക്കുന്നതുമായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ നിക്ഷേപങ്ങളെ നിങ്ങൾ വലുതായി കാണരുത്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുന്നു. നിങ്ങളിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിപ്പിൻ. നിങ്ങളിൽ ഈ ദൈവവചനത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ ജീവന്റെ പ്രകാശം കർത്താവ് തന്നിരിക്കുകയാണ്. ഈ പ്രകാശം ഇരുളാകാതിരിക്കാൻ സൂക്ഷിപ്പിൻ. അപ്പൊ എന്ത് പറ്റും? എന്താ കർത്താവ് ഉദ്ദേശിക്കുന്നത്? നമ്മളിൽ വന്ന വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിക്കണം. ഇരുളാകാൻ സാധ്യതയുണ്ട്, അല്ലേ? ഇവിടെ എല്ലാവരും കൊച്ചിൻ്റെ അതാണോ കേൾക്കുന്നത്, അതോ ദൈവശുദ്ധ? നമ്മളിലുള്ള വെളിച്ചം ഇരുളാകാൻ സാധ്യതയുണ്ട്. ആർക്കെങ്കിലും വെളിച്ചം ഇരുളായിട്ടുണ്ടോ? നിങ്ങളുടെ വെളിച്ചം ഇരുളായിരിക്കുന്ന അവസ്ഥയുണ്ടോ? അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് രണ്ട് യജമാനനെ സേവിക്കാൻ കഴിയത്തില്ല. ആരാണ് രണ്ട് യജമാനൻ? ഒന്ന് സാത്താൻ, ഒന്ന് ദൈവം. ആണോ? അല്ല. പിന്നെ ആരാ? ഒന്ന് ദൈവം, ഒന്ന് മാമോൻ അല്ലെങ്കിൽ പണം. പണത്തിന്, പണം എന്ന് പറയുമ്പോൾ ദ്രവ്യാഗ്രഹം, പണത്തിൻ്റെ ചിന്ത, പണത്തിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് പണത്തെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണിത് മനസ്സിലാക്കേണ്ടത്? പണത്തെ സ്നേഹിക്കുന്നവർ ആരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് നമ്മൾ പറയുമോ? ഇവിടെ ആരെങ്കിലും പണത്തെ സ്നേഹിക്കുന്നവരുണ്ടെന്ന്? അത് നമ്മൾ സ്വയം നമ്മൾ വിവേചിക്കേണ്ടതാണ്. നിങ്ങളുടെ ചിന്തകളിൽ 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? പണത്തിന് വേണ്ടിയിട്ടാണോ? ജീവിതത്തിന് വേണ്ടിയിട്ടാണോ? അതോ നിത്യതയ്ക്ക് വേണ്ടി യേശുവിൻ്റെ കൂടെയാണോ നിങ്ങൾ സമയം ചെലവഴിക്കുന്നത്? ഒന്ന് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാമത്. നിങ്ങൾ നിത്യതയാണ് നിങ്ങളുടെ ചിന്തകളിലെങ്കിൽ, ഇപ്പം നിങ്ങൾ ജോലിക്ക് പോകുന്നു, രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്നു,
ഈ 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ അധ്വാനിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിന്റെ കാര്യം നോക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്? ഞാൻ പെട്ടെന്ന് പോരുക. മാമോനെയും ദൈവത്തെയും, വെൽത്ത്, ദൈവത്തെയും സമ്പത്തിനെയും ഒരുമിച്ച് നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം നമ്മൾ സമ്പത്തിന്റെ പുറകെ പോകും. ഇന്ന് വലിയ ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടി വരുന്ന സഭകളുടെ പാസ്റ്റർമാരെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സ്നേഹിക്കുന്ന എന്തിനെയാണെന്ന്. തെളിയിക്കപ്പെടും. ഈ ദൈവദാസരാകുന്ന ഞാൻ ഈ പണത്തെയാണോ ദൈവത്തെയാണോ സ്നേഹിക്കുന്നതെന്ന് തെളിയിക്കപ്പെടും. നിങ്ങളുടെ ജീവിതം തെളിയിക്കപ്പെടും. കോടികൾ ആസ്തിയുള്ള ദൈവദാസന്മാർക്ക് അവരുടെ ജീവിതം കർത്താവ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് കണ്ടാലും കേട്ടാലും പഠിക്കാത്തവരാണ് ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം. അതൊരു സത്യമാണ്, വസ്തുതയാണ്. അവിടെ നിന്ന് കർത്താവ് പറഞ്ഞു പോരുക, എന്താണ് വെൽത്ത്, എന്താണ് മാമോൻ, എന്താണ് പണത്തെ മനുഷ്യൻ സ്നേഹിക്കുന്നതിൻ്റെ അർത്ഥം. കർത്താവ് പറയുകയാണ്, നിങ്ങളോട് ഞാൻ പറയുന്നു, എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും, നിങ്ങൾ മാമോനെയാണ് സേവിക്കുന്നത്. ഹലോ, എന്തൊരു ഉപദേശമായത് കർത്താവേ! എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും, നിങ്ങളുടെ ദൈവാരാ? മാമോൻ. നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ വെൽത്താണ് നിങ്ങൾക്ക് ഒന്നാമത് സ്ഥാനം. അപ്പോൾ പാർശ്വ ഭക്ഷണത്തിന്റെ കാര്യം ചിന്തിക്കുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വസ്ത്രം വേണ്ടേ, നിങ്ങൾക്ക് വീട് വേണ്ടേ, നിങ്ങൾക്ക് വാഹനങ്ങൾ വേണ്ടേ? യെസ്, നിങ്ങൾക്കും വേണം, എനിക്കും വേണം. പക്ഷെ കർത്താവ് പറയുന്നു, നിങ്ങൾ വിജാതീയരെ പോലെ. ആരാ ഈ വിജാതീയർ? ജാതികൾ എന്ന് പറയുന്നത് ആരാ? ഇസ്രയേൽ അല്ലാത്തതെല്ലാം ജാതികളായിരുന്നു, അല്ലേ? ഇസ്രയേൽ അല്ലാത്തവരെല്ലാവരെയും അന്ന് പറഞ്ഞിരുന്നത് പുറത്തെ ജനങ്ങൾ എന്നാണ്. അവർ ദൈവജനവും മറ്റുള്ളവർ ദൈവജനമല്ലാത്തവർ, അതിനെയാണ് ജാതികൾ. ഇന്ന് ജാതികൾ എന്ന് പറയുന്നത് എങ്ങനെയോ കുറഞ്ഞ ജാതികളെ മാത്രം പറയുന്നുണ്ട്. 2, ദൈവമക്കളല്ലാത്തവരെല്ലാം ജാതികളെന്ന് നമ്മൾ പൊതുവെ പറയുന്ന, പക്ഷേ അങ്ങനെയല്ല എന്ന് മലയാളം പദം. ജനങ്ങളെന്ന, മറ്റു ജനങ്ങൾ, ജനതകൾ എന്നാണ്. ജാതികൾ വേർതിരിച്ച് ഏറ്റവും കൂടുതൽ ജാതി വ്യവസ്ഥ ഇന്ന് നിലകൊള്ളുന്നത് പെന്തക്കോസ്ത് സമൂഹത്തിലാണ്. അത് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങളുടെ മക്കളെ കല്യാണം വരണം. നിങ്ങളുടെ നയിക്കുന്ന കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ പറയും, നമ്മുടെ കൂട്ടരാണോ ഇതൊക്കെ ചോദിക്കും. എന്താ അറിയോ? ജാതി വ്യവസ്ഥ തികച്ചും പൈശാചികമാണത്. ജാതി വ്യവസ്ഥ വെച്ചുകൊണ്ട് കല്യാണം കഴിക്കുന്നതും സ്നേഹം ഉൾക്കൊള്ളുന്നതൊക്കെ പാപകരമായിരിക്കുന്ന അവസ്ഥ. അപ്പം ജാതികൾ ഈ വകയൊക്കെ അന്വേഷിക്കും. ഏത് വകയാ? എന്ത് തിന്നും, എന്ത് കുടിക്കും. ഇവിടെ ജാതികളൊക്കെ മറ്റു ദൈവമക്കളല്ലാത്തവരെന്ന് കരമുയർത്തുകയും എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും. 6 ദിവസം ഇതായിരുന്നു എൻ്റെ ചിന്തയെങ്കിൽ ഞാൻ ദൈവമക്കളല്ല, ഞാൻ മറ്റ് വിജാതീയനാണ്. ഇതാണ് ഇവിടെ കർത്താവ് പറഞ്ഞു വരുന്നത്. നമ്മളുടെ ചിന്തകൾ എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്? ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒന്ന് ചൂണ്ടിക്കൊണ്ട് ചോദിക്കട്ടെ, നിങ്ങൾ ദൈവജനമാണോ, ദൈവജനമല്ലാത്ത വിജാതീയരാണോ? നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾ ജീവിച്ചത് കർത്താവിന് വേണ്ടിയാണോ, കർത്താവിന് എന്ന വണ്ണമാണോ, അതോ ഇവിടുത്തേതാണോ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ പിന്നീട് എന്നോട് വന്ന് ചോദിച്ചാൽ മതി. നമ്മളിന്ന് ഒരുപാട് താമസിച്ചു പോയി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വന്നു. എന്നാലും അല്പസമയം നമുക്കിതൊന്ന് ചിന്തിച്ചിട്ട് കടന്നു പോകുവാൻ ഇടയാകട്ടെ. കർത്താവ് പറയുക, നിങ്ങൾ ആകാശത്തിലേക്കൊന്ന് നോക്കിയേ, ആ പറവകൾക്ക് എന്തൊരു സന്തോഷം. ആകാശത്തിലെ പറവകളെ നിങ്ങളൊന്ന് നോക്കാൻ എന്തൊരു സന്തോഷം.
അത്രയും സന്തോഷമുള്ളവര് നിങ്ങൾക്കില്ലാത്ത എന്താ? നിങ്ങൾ വയലിലേക്ക് ഒന്ന് നോക്കിക്കേ, ആ താമരയ്ക്ക് എത്ര സന്തോഷം. എന്താ കാരണം? അവയ്ക്കറിയാം ഞങ്ങൾക്കൊരു സൃഷ്ടാവുണ്ടെന്ന്. ആ പറവകൾ, ആ കാക്കകൾ അവയുടെ വിശപ്പറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ചിന്തിക്കുന്നു. ദൈവമക്കളാകുന്ന നമ്മളോ ഹല്ലേലൂയ അങ്ങനെ പോലും നിരാശപ്പെട്ട് മനസ്സ് കലങ്ങിയാണ് നമ്മൾ നടക്കുന്നത്. അവയ്ക്കതൊന്നുമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ദൈവമക്കളാണോ എന്ന് ഇവിടെ കൊണ്ട് തിരിച്ചറിയാം. ഒരു ദൈവ മകൻ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൽപ്പനയാണ് കേട്ടോ ഇത്. നിങ്ങൾ ആകുലചിത്തരാകരുത്, കൽപ്പിക്കുക. ഇതൊരു ഉപദേശമല്ല, ഇതൊരു പ്രസ്താവനയല്ല, കൽപ്പനയാണ്. നിങ്ങൾ ഉത്കണ്ഠാകുലരാകരുത്, വിചാരപ്പെടരുത്. ഉണ്ടോ? ഇന്ന് തിരിഞ്ഞോണം, ഞാൻ ദൈവവൈതലാണ്. പിശാച് പറയുക അല്ല, നീ വിചാരപ്പെട്ടേ പറ്റൂ, നീ വേദനിച്ചേ പറ്റൂ. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? പാസ്റ്റർക്ക് മനസ്സിലായില്ലെന്ന് വരും. നീ നിന്റെ ഭാരം കർത്താവ് കാണണം, നിന്റെ ഭാരം കാണണം, കർത്താവിന്റെ മേൽ വെച്ചുകൊള്ളണം, കർത്താവിന്റെ പാദപീഠത്തിൽ കൊണ്ട് വെക്കണം. നീ ഇവിടുന്ന് സ്വതന്ത്രനായിട്ട് പോകണം. ഞാൻ പെട്ടെന്ന് വിഷയത്തിലേക്ക് വരിക. ഇത് വിജാതീയരുടെ ചിന്തയാണ്. ദൈവമക്കളുടെ ചിന്ത എന്താണ്? എനിക്കൊരപ്പനുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ജുവൽ മോളുണ്ട്, കുക്കുൻ്റെ മോള് ഉണ്ട്. അവർക്ക് വല്ല വേദനയുണ്ടോ? അവർക്കറിയാം വിശന്നാലുള്ള ഒറ്റ കരച്ചിൽ അറിയും. അത് പാസ് പിടങ്ങിയാലും കുഴപ്പമില്ല, സഭക്കാരെല്ലാം വഴക്കുണ്ടാക്കിയാലും കുഴപ്പമില്ല, അവക്ക് പാല് വേണം. അവളുടെ വിശപ്പ് തീരണം. അവളുടെ അമ്മ കൊടുക്കുമെന്നോ അവളുടെ അപ്പം കൊടുക്കുമെന്നോ അവൾക്ക് നന്നായിട്ട് അറിയാം. അത്രയും പോലെ നിങ്ങൾക്കില്ലേ? നിങ്ങളെ എത്ര അധികം കർത്താവ് പറയുക, ഈ കാക്കകൾക്ക് കരഞ്ഞാൽ ഭക്ഷണം കൊടുക്കുന്ന ദൈവം, ഈ താമരയെ ഉടുപ്പിക്കുന്ന ദൈവം, ഇവിടെ വന്നിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന നമ്മുടെ ആവശ്യങ്ങളെ കർത്താവ് നടത്തത്തില്ലേ? അവൻ നമ്മുടെ അപ്പനല്ലേ? കഴിവില്ലാത്ത അപ്പനാണോ നമ്മുടെ കർത്താവ്? നിങ്ങളുടെ അപ്പന്മാരെ അമ്മമാരെയും പോലെ പരിമിതികളുള്ളവനാണോ നമ്മുടെ കർത്താവ്? അല്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ഒരു ആശ്രയബോധം കയറിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ ഉത്കണ്ഠകൾ മാറി, ആകുലതകൾ മാറി. അതെന്റെ വിഷയമല്ല. ഞാൻ ഇത്രയും നേരം ഒരു പ്രബോധനം എന്ന് പറഞ്ഞു. വാക്യം 33 വാക്യമാണ് ഞാനിപ്പോൾ പറയാറുള്ളത്. ആർക്കും ഒന്ന് ശബ്ദം ഒന്ന് വായിക്കാവോ? മുൻപേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ പറഞ്ഞ പെന്തക്കോസ്തുകാരെ പറഞ്ഞ ഒഴിവിക്കുന്നറിയാവോ? സകലവും കിട്ടുമോ? കൊണ്ട് വചനത്തെ വളച്ചൊടിക്കുന്നത് കണ്ടില്ലേ? അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലവും കിട്ടും. വേദപുസ്തകം എന്തു പറയുന്നു? നമ്മുടെ ഉപദേഷ്ടാക്കന്മാർ എന്തു പറയുന്നു? സകലവും ഒന്നും കിട്ടത്തില്ല. അങ്ങനെ പുതിയ നിയമത്തിന് വ്യവസ്ഥയില്ല. പുതിയ നിയമം പറഞ്ഞ ഇതൊക്കെ മുകളിലോട്ടൊന്ന് വായിച്ചു നോക്കണം. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, അതല്ലേ? അത് കിട്ടും. പഠിക്കാൻ ആവശ്യമുള്ളത് കിട്ടും, കുടുംബത്തിന് ആവശ്യമുണ്ട്. നിന്റെ ആവശ്യങ്ങൾ കർത്താവ് തരും. എന്റെ വീടിന്റെ വാതിക്കെ ഇന്നോവ ക്രിസ്റ്റ വന്ന് കിടക്കട്ടെ, ഞാൻ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്നോവ ക്രിസ്റ്റ ബ്ലേഡിന്ന് ഒരു മാസം 35,000 രൂപ വെച്ച് അടച്ചു കൊടുത്താൽ മതി സാറേ. ക്രിസ്റ്റ വാതിക്കെ പിറ്റേ ആഴ്ച ഇന്നോവ ക്രിസ്റ്റ വീടിന്റെ വാതിക്കെ 2 മാസം കാശടച്ച് 3-ാമത്തെ മാസം കാശടയ്ക്കാൻ ഇല്ല. ക്രിസ്റ്റായും കൊണ്ട് ആണുങ്ങൾ പോയി. വിശ്വാസം അങ്ങനെ ബ്ലേഡിൽ നിന്ന് മേടിക്കുന്നതിനല്ല വിശ്വാസം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മാന്യമായ നിലയിലൊക്കെ നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്യാം. ചിലപ്പോൾ എല്ലാം ശേഖരിച്ചു വെച്ചിട്ട് ചെയ്തില്ലെങ്കിലും അമിതമായ പലിശ കൊടുത്തിട്ട് നമ്മൾക്ക് മുടിഞ്ഞു പോകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ദൈവികമല്ല. നിങ്ങൾക്ക് അന്ന് ആവശ്യമുള്ളത് കർത്താവ് അറിയുന്നു, കർത്താവ് തന്നിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന് എന്താണ് വ്യവസ്ഥ? എന്താണ് എന്ന് പറഞ്ഞ എല്ലാവരോടും പറഞ്ഞ വ്യവസ്ഥ എന്താണ്?
മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. എന്താണ് ദൈവരാജ്യം? എനിക്ക് അല്പസമയം ഇത് എടുത്ത് പറയേണ്ടതാണ്. എന്താണ് അവന്റെ രാജ്യം? 3 തലങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ കമ്പി വാക്കുപോലെ പറഞ്ഞു പോകാം. നിങ്ങൾക്ക് ആത്മഭാരമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏറ്റെടുക്കാം. 1, എൻ്റെ ആത്മാവിൻ്റെ, എൻ്റെ ഇച്ഛാശക്തിയുടെ മണ്ഡലങ്ങൾ കർത്താവ് രാജാവാകണം. എന്നാൽ ദുഃഖമാണ്, എൻ്റെ ഇച്ഛാശക്തിയുടെ മണ്ഡലത്തിൽ ഭരിക്കുന്നത് കർത്താവല്ല, ഞാനാണ്. കർത്താവ് രാജാവാണെന്ന് ഞാൻ വാക്കുകൊണ്ട് കർത്താവാണെന്ന് യേശുവിനെ പറയും, പക്ഷെ കർത്തൃത്വം നടത്തുന്നത് ഞാനാണ്. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ കഷ്ടം സഹിക്കും, ക്രൂശിൽ മരിക്കും, ഉയർത്ത് നിൽക്കുന്നുള്ള സത്യം പിടിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങനെയൊന്നും പറയണ്ട, നീ മരിക്കാനുള്ളവനല്ല, നമുക്കിവിടെ ഭരിക്കണം, നമുക്ക് അടിച്ചു പൊളിക്കണം, ഇവിടെ റോമൻ ഭരണം തകർക്കണം നമുക്ക്. കർത്താവ് അവനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടു പോ. ഇച്ചിരി നേരത്തെ പറഞ്ഞു, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തിയത്. ഒരു നിമിഷം കൊണ്ട് അവൻ സാത്താന്റെ രാജ്യത്തിന്റെ അടിമയായി മാറി. അത് പത്രോസ് നിമിഷ നേരം ഒരു ദൈവികമല്ലാത്ത മനോഭാവം അവന്റെ ഉള്ളിൽ വന്നപ്പോൾ കർത്താവ് നോക്കിയപ്പോൾ ഇവന്റെ ആത്മാവിനെ ഭരിക്കുന്നത് സാത്താനാണ്. എന്താ കാരണം? അവൻ സാത്താൻ എന്ത് പറഞ്ഞതാണോ പറഞ്ഞത്? കർത്താവെ, നീ മരിക്കരുത്. സ്നേഹത്തിന്റെ വാക്കല്ലേ പറഞ്ഞത്, അവന്റെ സ്വയത്തിൽ നിന്നാണ് പറഞ്ഞത്. സ്വയത്തിൽ നിന്നും നിങ്ങൾ കാണിക്കുന്ന ഒരു വാക്ക്, നല്ലതെന്ന് തോന്നുന്നത്, നിങ്ങൾ പറയുന്ന ഒരു വാക്ക്, ഒരു ചിന്ത, അത് പിശാചിന്റെ രാജ്യം വളരുകയാണ്. ദൈവരാജ്യം വളരണമെങ്കിൽ നിങ്ങളെ പിശാചിന് ആവശ്യമുണ്ട്. ദൈവരാജ്യം വളരണമെങ്കിൽ ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. പിശാചിന്റെ രാജ്യം വളരണമെങ്കിൽ നിങ്ങളെ പിശാചിന് ആവശ്യമുണ്ട്. 2 രാജ്യവും പണിയുന്ന ആരെ കൊണ്ടാ? എന്നെ കൊണ്ടും പത്രോസിനെ കൊണ്ടും നിങ്ങളെ കൊണ്ടുപോവാ. പിശാചിന്റെ രാജ്യത്തിന്റെ പണി ചെയ്തു. കർത്താവ് പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ട് പോകുക. ആരെങ്കിലും പിശാചിന്റെ രാജ്യം പണിയുന്നവരുടെ ഉണ്ടോ? നിങ്ങളുടെ സ്വന്തം ഇഷ്ടം, നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത്, ദൈവികമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ പണിയുന്നത് നിങ്ങളുടെ അകത്ത് സാത്താൻ രാജ്യം പണിയുകയാണ്. ക്രിസ്തു തന്റെ രാജ്യം പണിയുക എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പെഗ് മദ്യം കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ പിശാചിന്റെ രാജ്യമാണ് നിങ്ങളിൽ പണിയുന്നത്. ഒരു ചെറിയ പാപം, ഒരു ചെറിയ കുറ്റം, ഒരു ചെറിയ നിയമലംഘനം നിങ്ങൾ നടത്തുന്നവരാണെങ്കിൽ പിശാച് തന്റെ രാജ്യം നിങ്ങളിലൂടെ പണിയുന്നു. ഞാൻ പറഞ്ഞു വന്ന് നിർത്തുക. ദൈവരാജ്യം നമ്മളിൽ ഉണ്ടാകണം. കർത്താവ് നമ്മുടെ രാജാവായി നമ്മളെ ഭരിക്കണം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിക്കട്ടെ, നിന്റെ കണ്ണുകളുടെ രാജാവാരാ? നീയാണോ യേശുവാണോ? നിന്റെ നാവിന്റെ രാജാവാരാ? ഇത് നമ്മളുടേതായിരിക്കുന്ന നിയന്ത്രണത്തിൽ നിന്നും നമ്മുടെ കർത്താവിന്റെ നിയന്ത്രണത്തിലേക്ക് വിട്ടുകൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ അറിയത്തില്ല. യേശുവേ, ഹല്ലേലൂയ, സ്തോത്രമൊക്കെ പറഞ്ഞും കൊണ്ട് പിശാച് നമ്മളിൽ രാജ്യം പണിയും. അല്പം കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ? ഒരാളെ കണ്ടാൽ ചിരിക്കാൻ തോന്നില്ല, ചിരിക്കാതെ പോയെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ അകത്ത് ഏത് രാജ്യമാണ് ഉള്ളത്? ദൈവരാജ്യമാണോ വളരുന്നത്? പിശാചിന്റെ രാജ്യമാണോ? നമ്മളാണ് ദൈവരാജ്യം. കർത്താവായ യേശു എൻ്റെ കർത്തൃത്വം ഏറ്റെടുത്തുകൊണ്ട് എന്നെ ഭരിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം. ഞാൻ നിങ്ങളെ അത് പലപ്പോഴും ഓർപ്പിക്കുന്നതായതുകൊണ്ട് ആ ഭാഗത്ത് വിടുക. 2ാമത്തെ ദൈവരാജ്യം എന്ന് പറയുന്നത് ഭൂമിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൈവരാജ്യമുണ്ട്, ഒരു പിശാചിന്റെ രാജ്യമുണ്ട്. അത് ഒന്ന് സഭയാണ്. പിശാചിന്റെ രാജ്യം മുഴു ലോകവും. 1 യോഹന്നാൻ 5:19 പിശാച്
തന്റെ രാജ്യം ശക്തിയോടെ വളർത്തുകയാണ്. നല്ലതെന്ന് തോന്നുന്ന സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട്, ഉത്സവങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തുകൊണ്ട്, സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട്, കാശുണ്ടാക്കിക്കൊണ്ട്, ഈ ലോകത്തിൽ സ്ഥാനമാന മഹിമകൾ നേടിക്കൊണ്ട് പിശാച് ദൈവജനത്തിന്റെ ഇടയിലും തന്റെ രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാചിന്റെ രാജ്യമാണ് വലുത്, ദൈവരാജ്യം തുലോം ചെറുതാണ്. യഥാർത്ഥമായി കർത്താവ് പറയുന്നത് കേട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവരാജ്യം. അവിടെ നിന്ന് ഞാൻ അടുത്തത് പോവുക. മൂന്നാമത്തെ ഒന്ന്, നിങ്ങൾ വ്യക്തിപരമായി ദൈവരാജ്യമാണ്, പിശാചിന്റെ രാജ്യമാകാം. രണ്ട്, മുഴു ലോകവും ദുഷ്ടന്റെ രാജ്യമാണ്, എന്നാൽ അവിടെ ഒരു കൊച്ചു വേർപെട്ട കൂട്ടമുണ്ട്, അത് ദൈവരാജ്യമാണ്. മൂന്നാമത്, കർത്താവായ യേശുക്രിസ്തു അക്ഷരീകമായിട്ട് ഈ ലോകത്തിലേക്ക് വരും. തന്റെ വിശുദ്ധ സഭയുമായിട്ട് വന്നിട്ട് തന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും. അതും ഞാൻ വിശദീകരിക്കാതെ പോവുകയാണ്. ആ ദൈവരാജ്യം, ഇവിടെ ദൈവരാജ്യത്തിന്റെ ആനന്ദം അനുസരണമുള്ള ദൈവമക്കൾ അന്ന് ഹല്ലേലൂയ, ആ ദൈവരാജ്യം 1000 ആണ്ട് കർത്താവ് ഭരിക്കും. അതിനുശേഷം പിന്നൊരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിന് ശേഷം ഒരു പുതിയ നഗരം, പുതിയ പട്ടണം, പുതിയ യെരൂശലേം ഇറങ്ങി വരും. അത് നമ്മുടെ ഇടനാഴി പോലെ ആ പുതിയ നഗരം യെരൂശലേമിൽ നിന്നുകൊണ്ടാണ് ദൈവരാജ്യത്തിലെ മക്കൾ ലോകത്തെ അന്ന് ഭരിക്കുന്നത്. ഈ ലോകം നീങ്ങിപ്പോകുമെന്നൊന്നും വേദപുസ്തകം പറയുന്നില്ല. കാരണം ദൂതന്മാർ പാപം ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താ? ഭൂമിയെ നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഭൂമി വെള്ളം കൊണ്ട് ഭൂമിയുടെ ഭൂമിയെ നശിപ്പിക്കുകയല്ല, അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തി പാർപ്പിന് യോഗ്യമല്ലാതാക്കി മാറ്റി. ഇതുപോലെ ഈ ഭൂമണ്ഡലം ഇനി മറ്റൊരു അടുത്ത ക്രിയേഷനിലേക്ക് വരുത്തും കർത്താവ്. ഒരു പുതിയ യെരൂശലേം ഇറങ്ങി വന്ന് അവിടെ വന്ന് നമ്മൾ അവിടെ ആയിരിക്കും, നമ്മളായിരിക്കും ഭരണകർത്താക്കൾ. ദൈവരാജ്യത്തിൻ്റെ 3 അനുഭവങ്ങൾ ഞാൻ പങ്കുവച്ചു. സമയമില്ലാത്തതുകൊണ്ട് ദൈവനീതിയാണ് ഇന്നത്തെ വിഷയം. നിങ്ങൾ ദൈവനീതി അന്വേഷിക്കണം. ഇത് കേൾക്കാൻ ഇച്ചിരി പാടാണ്. ഇത് കേൾക്കണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കണ്ണും തുറന്നാലേ പറ്റത്തുള്ളൂ. എന്താണ് ദൈവത്തിന്റെ നീതി? ഹല്ലേലൂയ. ദൈവനീതി ഞാൻ അന്വേഷിക്കണമെന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? ഹല്ലേലൂയ. ബൈബിൾ പറയുന്ന യെശയ്യാവിന്റെ പുസ്തകം 64:6 പറയുന്നുണ്ട്, മനുഷ്യന്റെ നീതിപ്രവൃത്തികളെല്ലാം ദൈവത്തിന്റെ മുമ്പാകെ കറപുരണ്ട തുണിയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? മനുഷ്യന്റെ നീതിപ്രവൃത്തികൾ കറപുരണ്ട തുണിയാണ്. അപ്പൊ മനുഷ്യന്റെ ഏത് നീതിപ്രവൃത്തി, ഏറ്റവും കൂടുതൽ നീതി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് വിചാരിച്ചോ, കറപുരണ്ട തുണിയാണ്. എന്നാൽ ദൈവത്തിന്റെ നീതിയുടെ മുമ്പിൽ വെച്ച് നോക്കുമ്പോഴാണ്, ഇപ്പം നിങ്ങളുടെ മുൻപിൽ, ഇപ്പം നമ്മളിവിടെയുള്ള ഇത്രയും പേരുടെ മുൻപിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾ ആരിലൂടെയാണ് നോക്കുന്നത്? ഏറ്റവും നല്ല വ്യക്തി ഇപ്പം ചിന്തിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെയുള്ളതിൽ ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി ആരാ? നിങ്ങളല്ലേ? നിങ്ങൾ ചിന്തിച്ചു വയ്ക്കുക, നിങ്ങളല്ലേ ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നത്? ഏറ്റവും കൂടുതൽ ദൈവത്തെ അനുസരിക്കുന്നത് നിങ്ങളല്ലേ? അപ്പം നിങ്ങളെ ഇത്രയും പേരുടെ മുൻപിൽ വെച്ച് നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റോൾ മോഡലായിട്ട് ഒരു ആൻറ്റി ഇവിടെ നിൽപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു അങ്കിൾ ഇവിടെ നിൽപ്പുണ്ട്, അയാളോട് നിങ്ങൾ തുലനം ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങളുടെ റോൾ മോഡലായിട്ടൊരു പാസ്റ്ററുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റോൾ മോഡലായിട്ടൊരു പൗലോസ് ഉണ്ട്. ആ പൗലോസിനെ നിങ്ങൾ കൊണ്ടു നിർത്തിയിട്ട് എനിക്ക് പൗലോസിനെ പോലെ നീതിയുള്ളവരായി തീരണം എന്നാണ് ഇന്നത്തെ ആത്മീയ ഗോളം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവനീതിയുടെ അടുത്തുപോലും ചെല്ലാൻ എനിക്ക് മനസ്സില്ല. ഹല്ലേലൂയ. പൗലോസ് വിശുദ്ധനായ മനുഷ്യനായിരുന്നു, ദൈവത്തിന് വേണ്ടി തന്റെ പ്രാണൻ കൊടുത്ത മനുഷ്യനാണ്. പക്ഷെ ബൈബിൾ പറയുന്നു നീതിമാൻ ആരുമില്ല എന്ന് പറഞ്ഞ, നീതിമാൻ ആരുമില്ല. പിന്നെ അടുത്ത എന്താ? ഒരുത്തൻ പോലുമില്ല. പിന്നെന്താ?
എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്. അതിനകത്ത് പൗലോസ് പത്രോസൊക്കെ ഉണ്ടോ? പൗലോസ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ് നീതിമാനായോ? എന്റെ കർത്താവല്ലാതെ നീതിമാൻ ആരുമില്ല. വിശുദ്ധനാണ്. പൗലോസിനെ നീതീകരിച്ചതാണ് ദൈവം. നിങ്ങളെയും എന്നെയും നീതീകരിക്കുകയാണ്. നമ്മൾ നീതിമാന്മാരായത് പദവി മൂലമാണ്. ഇവിടെയുണ്ട് എല്ലാവരും. നിങ്ങൾക്ക് കിട്ടിയതൊരു പദവിയാണ്. നീതിമാൻ, വിശുദ്ധൻ. വിശുദ്ധൻ എന്ന പേരിന്റെ മൂലഭാഷയിലെ അർത്ഥം പറയാമോ? സെറ്റപ്പാർ. ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ. വേർതിരിച്ച് നിങ്ങളെ നിർത്തി. അല്ലാണ്ട് പാപമില്ലാത്തവനാണെന്ന് വല്ലതും ചിന്തിച്ചാൽ അന്ന് വീണുപോയി. എൻ്റെ ഭാഷ ഞങ്ങളാണെന്ന് ചിന്തിക്കത്തൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് പാപമില്ലെന്നൊന്നും ഞങ്ങൾ ചിന്തിക്കത്തൊന്നുമില്ല. പിന്നെ അവൻ ശരിയല്ല, അവളും ശരിയല്ല, ഞങ്ങൾ അങ്ങനെ മാത്രമേ ചിന്തിക്കത്തുള്ളൂ. ഞാൻ പൂർണ്ണനൊന്നുമില്ല, പക്ഷെ അവള് ശരിയല്ല, അവനും ശരിയല്ല. നീ കുടുംബാവിയാണ്. അന്യനെ വിധിക്കുന്ന നീ. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഹേ, അന്യനെ വിധിക്കാൻ നിനക്ക് എന്തവകാശം? ദൈവം നീതീകരിച്ചതല്ലേ അവനെ? ദൈവം നീതീകരിച്ച മനുഷ്യന്റെ പുറമെ നോക്കിക്കൊണ്ട് അവന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്ന അവനെ കുറ്റം വിധിക്കാൻ നിനക്കെന്തവകാശം? എനിക്കിന്ന് ഇതൊന്നും വിവരിച്ച് നിങ്ങളിൽ മനസ്സിലാക്കി തരാൻ വലിയ ആഗ്രഹമുണ്ട്. എന്തോ എനിക്കതിന് സമയം പോരാ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനത് ചോദിക്കട്ടെ, ദൂതന്മാർ മൈക്കൽ, ഗബ്രിയേൽ, ഇവരിൽ ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? ദൂതന്മാർ പാപം ചെയ്യുമോ? പക്ഷേ ദൈവനീതിയുടെ മുൻപിൽ, ഇവിടെ മക്കളെ എന്നെ ഒന്ന് ശ്രദ്ധിക്കും നിങ്ങൾ. നിങ്ങളുടെ മനസ്സിന്റെ ഇതൊന്നും ദൈവനീതിയുടെ വിഷയമൊക്കെ എന്ന് പറയുന്നത് അതുകൊണ്ട് പാസ്റ്റർമാരും പ്രസംഗിക്കത്തില്ല. സാത്താൻ നിങ്ങൾ ഉറക്കിക്കളയും. ദൈവനീതിയുടെ മുൻപിൽ ഗബ്രിയേലിനോടും മീഖായേലിനോടും വിശുദ്ധന്മാർ ദൂതന്മാരോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ എങ്ങനെ ദൈവനീതി കാണുന്നത് ചോദിച്ചു നോക്കിക്കേ. അവര് ദൈവനീതിയുടെ മുൻപിൽ കണ്ണുപൊത്തും. ദൈവമുഖത്തേക്ക് അവർ നോക്കത്തില്ല. ഭയമാണ് അവർക്ക്, ഭയം. അവരുടെ കാലുകൾ മൂടും. നിലം ദൈവത്തിന്റെ കാലുകളിരിക്കുന്ന പാദപീഠത്തിങ്കൽ കാല് ചവിട്ടത്തില്ല. അവർ പറന്നു നിന്നുകൊണ്ട് ഒരുവനോടൊരുവൻ പറയും, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പറഞ്ഞോന്ന് പരിശുദ്ധനെ ആർത്തു ഘോഷിക്കും. അവർക്ക് ആരാധിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. അവർ ഒരുവനോടൊരുവനാണ് പറയുന്നത്. ദൈവമുഖം കണ്ടുകൊണ്ട് ആരാധിക്കാനുള്ള ഭാഗ്യമില്ല അവർക്ക്. ഞാൻ പറയുന്നത്, ഈ ദൂതന്മാർ പാപം ചെയ്യാത്ത ഇവർ നീതിമാന്മാരാണ്. വിശുദ്ധ ദൂതന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേക കാര്യത്തിന് വേണ്ടി അവരെ മാറ്റിവെച്ചിരിക്കുക ദൈവം. ദൈവനീതിയുടെ മുൻപിൽ ദൈവനീതി കാണുന്നവനെ കണ്ടാൽ അറിയാം, അവൻ കണ്ണുപൊത്തും, അവൻ കാലുകൾ പൊത്തും, അവൻ വാവിട്ട് നിലവിളിക്കും. എന്താണ് ദൈവനീതി? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എബ്രായലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. അവനുമായിട്ട് നമുക്ക് കാര്യം. ആ കർത്താവാണ് പാപം നിറഞ്ഞ, മാലിന്യം നിറഞ്ഞ എൻ്റെ ഹൃദയത്തിൽ വന്ന് താമസിക്കുന്നത്. മഹത്വമൊന്ന് കാണണം, ആ തേജസ് ഞാനൊന്ന് അനുഭവിക്കണം. ആരാണ് നമുക്ക് വേണ്ടി പ്രാണൻ കൊടുത്തത്? ആരാണ് ഉയർത്തെഴുന്നേറ്റത്? ആരാണ് എൻ്റെ ഉള്ളിൽ വന്ന് താമസിക്കുന്നത്? ഞാനൊന്ന് അറിയണം. ദൈവനീതിയുടെ മുൻപിൽ ഹല്ലേലൂയ ദൂതന്മാർ വാവിട്ട് നിലവിളിക്കും. ദൈവനീതിയുടെ മുമ്പിൽ ഒരു മനുഷ്യന്
ഒരു അപ്പോസ്തലനും ഒരു പാസ്റ്റർക്കും ഈ പറയുന്ന ഞാനെന്ന് പറയുന്നത് എത്രയോ കാതം അകലെയാണ് നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് കാശിനിട്ട, നമുക്ക് ദൈവനീതി ഞാൻ എന്ത് പാപം ചെയ്യുന്ന പാസ്റ്റേ പറയുന്നത്. എന്നോട് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്. നമുക്ക് എന്ത് പാപമുണ്ട്, നിനക്ക് എന്ത് നന്മയുണ്ടെന്ന് പറയാമോ? ഇവിടെ ഫ്രണ്ടിലിരിക്കുന്നു, എന്ത് നന്മയുണ്ടെന്ന് പറയാമോ? എന്തെങ്കിലും നന്മയുണ്ടോ? എന്തെങ്കിലും? കറ തീർത്ത് പറഞ്ഞു ഒരു നന്മയില്ല. അത് പറയുമ്പോഴാണ് നിനക്ക് ദൈവനീതി കാണാൻ പറ്റുന്നത്. എന്താണ്? എൻ്റെ ശരീരത്തിൽ, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ല. ഇവിടെ സാത്താൻ കൊണ്ടുപോകട്ട, സത്യം വരുമ്പോ സാത്താൻ കൊണ്ടുവന്നതിന് രക്ഷ കൊണ്ടുപോകും, നഷ്ടപ്പെടുത്തും. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിൽ. അങ്ങനെ ബൈബിൾ വാക്യമുണ്ടോ? നന്മ വസിക്കുന്നില്ല. പിന്നെ എങ്ങനെയുള്ള കുഞ്ഞെ കർത്താവ് വന്നതിന്റെ ഹൃദയത്തിൽ വന്ന് വസിച്ചത്? യേശുക്രിസ്തു നിന്റെ കർത്താവല്ലേ? യേശുക്രിസ്തു നിന്റെ രക്ഷകനല്ലേ? നീ കർത്താവിന്റെ കൂടെയല്ലേ നടക്കുന്നത്? പിന്നെന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? എന്നോട് നിങ്ങൾ ഉത്തരം പറയണം. എനിക്ക് നിങ്ങളിങ്ങനെ പറഞ്ഞു വിടാൻ മനസ്സില്ല. നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു കത്തൽ വരണം, കത്തൽ. പ്രവാചകന്മാർ പറയുന്നല്ല വിശ്വസിക്കാത്ത മന്ന ബുദ്ധികളെ എന്ന കത്ത വിളിച്ചത്. നിങ്ങളുടെ ഹൃദയം കത്തട്ടെ, ഹൃദയം കത്തിക്കൊണ്ടിരിക്കട്ടെ. എന്താണ് ദൈവനീതി? ദൈവനീതി എന്ന് പറയുന്നതിന്റെ മുൻപിൽ അമ്മേ നിൽപ്പാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. ഹല്ലേലൂയ. ആ ദൈവനീതി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് നന്മ വസിക്കുന്നില്ല. പിന്നെന്താ പറയുക? നമ്മൾ രക്ഷിക്കപ്പെട്ടതൊക്കെ പറയുന്നത് എന്താ? ഞാൻ ദൈവമാണല്ലേ, ഞാനിപ്പോ എപ്പോഴും ബലഹീനനായി ഭാവിയാണ്, കുറവുണ്ട് എന്ന് പറഞ്ഞു നടക്കാനാണോ പാസ്റ്റർ എന്നെ വിളിച്ചിരിക്കുന്നത്? ഒന്ന് ചോദിച്ചേ. നിങ്ങളുടെ ചോദ്യം അതല്ലേ? നിങ്ങളുടെ ചിന്ത അതല്ലേ? അതിനാ വിളിച്ചിരിക്കുന്നത്. എന്തിനാ വിളിക്കുന്നറിയോ? ദൈവത്തിന്റെ നിത്യപ്രകാശത്തിന്റെ മുൻപിൽ, ദൈവത്തിന്റെ നീതി പ്രകാശത്തിന്റെ മുൻപിൽ നീ അടുത്ത് 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 ചെല്ലുന്തോറുമേ നീ ഒരു അകലം വിട്ട് നിൽക്കുക. പെർഫെക്റ്റ്. ഞാനെന്ത് പാപം ചെയ്യുന്നുണ്ട്? ഞാൻ കൊലപാതകം ചെയ്യുന്നുണ്ടോ? ഞാൻ മോഷ്ടിക്കുന്നുണ്ടോ? ഞാൻ വ്യഭിചാരം ചെയ്യുന്നുണ്ടോ? ഞാൻ അധാർമികത ചെയ്യുന്നുണ്ടോ? ഇതാണ് പാപമെന്ന് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ കാണുന്നത് പുറമെയാണ്. ദൈവ സാന്നിധ്യത്തിന്റെ അടുത്തേക്ക് ഒരാൾ ചെല്ലുമ്പോഴാണ്, ഞാൻ പറഞ്ഞു ഇവിടെ പലരും ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്തവരാണ്. പലരും എന്നല്ല, നല്ലൊരു ശതമാനം. എൻ്റെ വേദനയാണ്, എൻ്റെ വേദനയാണത് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ദൈവദാസൻ ഇവിടെ നിന്ന് കരയുന്നതിൻ്റെ ഒരംശം കരച്ചില് നിങ്ങൾക്കുണ്ടാകുന്നെന്ന് ഒന്ന് പ്രാർത്ഥിക്കുമ്പം വിങ്ങിപ്പൊട്ടി ഒന്ന് കരയാൻ. എന്താണ് കരയുന്നറിയോ? വീടിന്റെ പണി തീർന്നിട്ടില്ല. കരച്ചിൽ വരുന്നതിനാണെന്നറിയോ? കുഞ്ഞുങ്ങൾ മാനസാന്തരപ്പെട്ട പ്രശ്നമാണ്. ഭയങ്കര കരച്ചില്ല. വീട്ടിൽ ഭക്ഷണമില്ല, ഭയങ്കര കരച്ചില്ല. ആ കരച്ചില്, ഇതിനേക്കാൾ കരച്ചിലാണ് ജാതികൾക്ക്. അവര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അറിയാമോ? വെളുപ്പാങ്കാലത്ത് 3:30 മണിക്ക് എഴുന്നേറ്റ് നനച്ച് കുളിച്ച ഈറനോടെ സകല കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് അവർ നിലവിളിക്കും, ദൈവമേ ഞാൻ പാപിയായ മനുഷ്യനോട് കരുണയുണ്ടാകണമേ എന്ന് അവർ നിലവിളിക്കും. ഇവിടെ ഇതുപോലും ദൈവമക്കൾക്കില്ല. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലേ? പരിശുദ്ധാത്മാവിനാൽ അന്യഭാഷ പറയുന്നത് ഞാൻ പാപിയാണെന്നാണ് പറയുന്നത്. പാസ്റ്റർ, പാപികളുടെ പരിശുദ്ധാത്മാവ് വസിക്കുമോ? ചോദിക്ക. നിങ്ങളുടെ ഉള്ളിലുള്ള പൈശാചികമായ ചിന്തകളെ തുറന്നു പറഞ്ഞേ ഒന്ന്. എന്നാ ഞാൻ പറഞ്ഞേക്കാം ഉത്തരം കൂടെ പറഞ്ഞേക്കാം. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, ശരീരത്തിന് രക്ഷ കിട്ടിയിട്ടില്ല. ആണോ? ശരീരത്തിന് രക്ഷ കിട്ടിയെന്നുള്ളതെന്ന് കാലപ്പെടുത്തുക. ശരീരം ഇപ്പോഴത്തെ രക്ഷ നടക്കുന്ന നമ്മുടെ സോളിന, പ്രാണൻ, ഇതിന്റെ രക്ഷയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. സഭയ്ക്കകത്ത് നടക്കുന്നത് ഇതിനെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം കർത്താവ് വരും, അന്ന് രക്ഷിക്കപ്പെടും. അന്ന് രക്ഷിക്കപ്പെടും നമ്മൾ.
രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. അന്ന് മാത്രമാണ് ദൈവമുഖത്തേക്ക് നോക്കി ആ കർത്താവുമായിട്ട് ഒന്നിച്ച്, കാരണം അതും കൃപയാ കേട്ടോ, അതും കൃപയാ. ഇവിടെ എല്ലാം നമ്മുടെ പുകഴുവാനുള്ളത് കൃപ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മളെ കർത്താവ് വിളിക്കുന്നത് എങ്ങോട്ടാ? പ്രാകാരത്തിലേക്കാണോ? വിശുദ്ധ സ്ഥലത്തേക്കാണോ? അതിവിശുദ്ധ സ്ഥലത്തേക്കല്ലേ? എന്താ അതിവിശുദ്ധ സ്ഥലത്തേക്ക് എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? അവിടെ കരുണ കിട്ടും. എന്തിനാ കരുണ തരുന്നത്? അതിന് കരുണാസനമെന്നും പേരുണ്ട്. എന്താണ് ആ കരുണ? നിന്റെ പാപം എന്തുണ്ടെങ്കിലും പാപം തന്നെ ക്ഷമിക്കും. പിന്നെ കൃപാസനം എന്നതിന് പേരുണ്ട്. കൃപാസനത്തിലേക്ക് ചെല്ലാം. അതൊന്നും യോഹന്നാൻ സ്നാപകന് ചെല്ലാൻ പറ്റാത്ത സ്ഥലമാണ്. മോശയ്ക്ക് ചെല്ലാൻ പറ്റിയിട്ടില്ല ആ സ്ഥലത്ത്. അഹരോൻ ആണ്ടിലൊരിക്കലേ ചെന്നിട്ടുള്ളു. വിറച്ചും കൊണ്ടാണ് ചെയ്യുന്നത് കൃപാസനത്തിന്റെ അടുക്കലേക്ക്. അവിടെ ചെന്നാൽ കൃപ കിട്ടും, കരുണ കിട്ടും. പക്ഷെ വിറച്ചും കൊണ്ടാണ് മരണഭരിയല്ല ചെയ്യുന്നത്. നമ്മളോ ധൈര്യത്തോടെ ചെല്ലും. അവിടെ ചെന്നപ്പോൾ നമ്മുടെ പൂർണ്ണത കൊണ്ടാണോ? കൃപ ഇനി നിന്നെ പാപം ചെയ്യാതെ നിന്നെ നടത്താനുള്ള ദൈവത്തിന്റെ സ്നേഹമാണ് ദൈവകൃപ. മനസ്സിലായോ? ഇതൊക്കെ കിട്ടിയപ്പോൾ ഞാൻ അങ്ങ് തികഞ്ഞു എന്നൊരു ചിന്ത. നമുക്കെന്ത് പാപം? ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം, രക്ഷിക്കപ്പെട്ടിട്ട് 30 വർഷമായി ഒരു പാപം പോലും ചെയ്തില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്? ഇങ്ങോട്ട് വാ. വിശുദ്ധനായ ഞാൻ യേശുവിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. എൻ്റെ കുഞ്ഞെ പാസ്റ്റേ, നിന്റെ വിശുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതല്ലത്. നിന്റെ അകത്തു വന്ന ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് ഇത് നടക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ വിശുദ്ധിയല്ല, യേശുവിന്റെ വിശുദ്ധിയാണ് അതിന്റെ മാനദണ്ഡം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ മനസ്സിനെ ചതിച്ച് വഷളാക്കി കളയല്ലേ പിശാച്. അദ്ദേഹം പ്രാർത്ഥിച്ച കൃപയുള്ളതാണ്. അപ്പൊ നിനക്കില്ലേ കൃപ? അദ്ദേഹം കൃപയുള്ള ദൈവദാസന. എന്താണ്? കണ്ണടച്ചിട്ട് ഒരൊറ്റ പിടിപ്പിൽ അങ്ങ് പിടിപ്പിച്ചു. 4 ശരിയായി, 3 തെറ്റായി. അത് പൊട്ടനെ. 4 ശരിയായില്ലേ? പ്രവചനമല്ലേ? നീ ദൈവത്തിന്റെ മകനല്ലാത്തത് കൊണ്ട്, ദൈവത്തിന്റെ മകളല്ലാത്തത് കൊണ്ട് നിന്നോട് പ്രവചിച്ചേ പറ്റൂ. എടാ, അപ്പനുള്ള മക്കൾക്ക് അപ്പൻ പറയും, സംസാരിക്കും. പുറത്ത് വെറുതെക്കാരൻ വന്ന് വല്ലതും പറയേണ്ട കാര്യമൊന്നുമില്ല. പ്രവാചകനുണ്ട്. പ്രവാചകന്റെ ജോലി ദൈവവേലയെക്കുറിച്ച്, ദൈവരാജ്യത്തിന്റെ വെളിപ്പാടിനെ കുറിച്ച് നിന്നോട് ദൂതറിയിക്കേണ്ട ചുമതലയാണ്. ദൈവരാജ്യത്തിൽ ഇന്ന പ്രശ്നങ്ങൾ വരാൻ പോകുന്നു, അതാണ് ദൂത്. അതല്ലാണ്ട് നിന്നെ മഞ്ഞു പെയ്യുന്ന നാട്ടിൽ അയക്കുമെന്നുള്ള പ്രവചനമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ അതിനെ ഭർഷിച്ചേക്കണം. കേൾപ്പാൻ ഇമ്പമുള്ളത് കേൾക്കുമ്പം മക്കളെ കൊണ്ട് പോകും. അതൊക്കെ കാണിക്കും ജഡിയന്മാർക്ക്. ദൈവമക്കളല്ലാത്തവർ പ്രവചനത്തിന് കൊതിക്കും. ഈ സത്യവചനത്തിന് മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ദൈവദാസന്റെ മുഖത്ത് നോക്കാൻ അവർക്ക് പറ്റത്തില്ല. എന്താ കാരണം? അവർ പഥ്യവചനത്തെ വെറുക്കുന്നു. അവർക്ക് വേണ്ടത് ധാർമ്മിക ഉപദേശമാണ്. എന്താണ് ധാർമ്മിക ഉപദേശം? ഞാനിങ്ങനെയാണ് നടക്കുന്നത്, എൻ്റെ ഈ കൈ കൊണ്ട് ഒരു പാപം ചെയ്തില്ല, എൻ്റെ കണ്ണുകൊണ്ട് ഞാനൊരു പാപം നോക്കില്ല. തീർന്നല്ലോ. പാസ്റ്ററെ പിടിച്ച് കിളത്തി, പിന്നെ ഒരു രൂപക്കൂടൊക്കെ ഉണ്ടാക്കി പാസ്റ്ററെ പിടിച്ച് അതിനകത്ത്. എൻ്റെ പൊന്നു കുഞ്ഞെ, ആ പാസ്റ്റർ പാപത്തിൻ്റെ സ്വയത്തിൻ്റെ കീഴിലാണ്. അദ്ദേഹം നിഗളത്തിന്റെ കീഴിലാണ്. പാസ്റ്റർക്ക് നിഗളം വരത്തില്ല. പ്രസംഗിക്കുന്നത് എനിക്ക് നിഗളം വരത്തില്ലേ? എനിക്ക് സ്വാർത്ഥത വരത്തില്ലേ? എന്താ പാപം? എൻ്റെ അകത്തളത്തിൽ, എൻ്റെ ശരീരത്തിനകത്ത് സ്നേഹമെന്ന് പറയുന്ന ഒരു ആത്മാവിൻ്റെ സ്വഭാവമില്ല. എനിക്ക് നിങ്ങളോട് ഞാൻ മിണ്ടാതൊക്കെ പോയേക്കും. എൻ്റെ ഉള്ളിലെ കോപവും എൻ്റെ ഈർഷ്യയും എൻ്റെ പിണക്കവും ദൈവം കാണുന്നുണ്ട്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളം കയ്പുണ്ട്, വിദ്വേഷമുണ്ട്, കൊലപാതകം ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് ദൈവത്തിന് മുമ്പിൽ. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുമോ? എല്ലാ ദിവസവും കൊലപാതകം ചെയ്തുകൊണ്ട് നടക്കുന്ന വിശുദ്ധന്മാർ. എന്താണ്? എത്ര പേരോട് ദേഷ്യമാണെന്നറിയാമോ? ആദ്യം സത്യവചനം പ്രസംഗിക്കുന്ന പാസ്റ്ററോടാണ് ദേഷ്യം.
എന്താണ് കാരണം? എന്തെല്ലാം ഈ പുസ്തകത്തിനകത്ത് വിടുതലിന്റെ സന്ദേശമുണ്ട്. ദാവീദ് ആ ഗോലിയാത്തിനെ കൊന്നതുപോലെ ഇന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്ന പൈശാചിക പോരാട്ടങ്ങളെ കർത്താവ് കൊന്നുകളയുമെന്ന് ഈ ദൈവദാസൻ എന്ന് പറഞ്ഞുകൂടെ? ഏലിയാവ് ആ വിധവയുടെ വീടിനെ പോറ്റി പുലർത്തിയതുപോലെ ഈ ദൈവദാസൻ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ വീട്, ഞാൻ കഷ്ടത്തിലാണ് വന്നിരിക്കുന്നത്, നിങ്ങൾ ഇവിടെ വേദനയോടെ വന്നിരിക്കുന്നത്. ഇല്ല, ഈ പുസ്തകം അങ്ങനെയല്ല. പുതിയ നിയമത്തിലെ ഒരു വെളിപ്പാട് എവിടെയെങ്കിലും പൗലോസോ പത്രോസോ ഏലിയാവ് കാക്കയെ കൊണ്ട് പോറ്റി പുലർത്തിയതായി പറയുന്നുണ്ടോ? പറയുന്നുണ്ട് ഒരു സ്ഥലത്ത്. യാക്കോബ്. ഹല്ലേലൂയ. അതെങ്ങനെ? അല്പവിശ്വാസത്തെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഈ ദൈവം നമ്മുടെ വഴി നടത്താൻ നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ദേഹി മണ്ഡലത്തെ ഇളക്കുന്നതല്ല സുവിശേഷം. നിങ്ങളുടെ ആത്മമണ്ഡലത്തിലൊരു മനസ്സന്തരം ഉണ്ടാക്കുന്നതാണ് സുവിശേഷം. നിങ്ങൾക്ക് കുറച്ച് അറിവുകൾ തരുന്നതല്ല സുവിശേഷം. നിങ്ങളെ ക്രിസ്തു അനുരൂപതയിലേക്ക് നയിക്കുന്നതാണ് സുവിശേഷം. അല്ലാത്ത ഒരു പ്രസംഗം പറയുമ്പോൾ നിങ്ങൾ ആത്മാവിനാൽ അതിനെ ഡിസേൺ ചെയ്യണം. നിങ്ങൾ അതിനെ വിവേചിച്ച് മനസ്സിലാക്കണം. ഞാനത് പറയട്ടെ. രാവിലെ പ്രഭാതം വരുന്നതും വൈകുന്നേരം സന്ധ്യയാകുന്നതും തമ്മിൽ എങ്ങനെ നിങ്ങൾക്ക് എന്താ തിരിച്ചറിയാൻ പറ്റുന്നു? രാവിലെ പ്രഭാതം വരുന്നു, സൂര്യൻ ഉദിച്ചു വരുന്നു. വൈകിട്ട് സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സമയം തമ്മിൽ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? രണ്ടും കണ്ട് ഏകദേശം ഒരുപോലെ ആയിരിക്കുന്നത് അല്ലേ? 50 അധികവും 50 സമം 99.9 എന്ന് പറഞ്ഞാൽ ഏകദേശം ശരിയാണെന്നേ. അത് നരകത്തിലെ പോകത്തില്ല കേട്ടോ. ആ ഉപദേശം നരകത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്ന ഉപദേശമാണത്. ആ ഉപദേശമാണ് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയുന്ന ഉപദേശം. രാജ്യത്തിന്റെ മുമ്പിൽ ദൈവദൂതന്മാർ ഭയക്കുന്ന. അപ്പൊ സമയം പൗലോസ് എന്ന് ചോദിച്ചു, അങ്ങയുടെ നീതി എങ്ങനെയുണ്ട്? ദൈവം ഉപാദിക്കുന്ന പൗലോസ് ആദ്യം പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാൻ, എന്നെ അറിയോ നിങ്ങൾക്ക്? ഞാൻ അപ്പോസ്തലന്മാരില് ഒട്ടും കുറഞ്ഞവനല്ല. അടിച്ചു പിടിപ്പിച്ച് കുത്തില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പറയാണ് പൗലോസ് വീണ്ടും ദൈവവുമായിട്ടുള്ള ബന്ധം അടുത്തടുത്ത് വന്നപ്പോൾ പൗലോസ് പറഞ്ഞ എന്താണെന്ന് പറയാമോ? ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ. ഹലോ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ. കുറച്ചുകൂടെ ദൈവ സാന്നിധ്യത്തിന്റെ അടുത്തടുത്ത് ചെന്നപ്പോഴോ പൗലോസ് പറയാ, ആ പാവികളിൽ ഞാൻ ഒന്നാമൻ. ഇപ്പൊ അപ്പോസ്തലൻ പേര് പോലും മറ്റ് അപ്പോസ്തലന്മാർ ഒട്ടും കുറഞ്ഞവനല്ല. പിന്നെ പറയുക അപ്പോസ്തലന്മാർ ഏറ്റവും ചെറിയവൻ. ഇപ്പൊ പറയാ പാപികളിൽ ഞാൻ ഒന്നുമില്ല. ലഭിച്ചതല്ലാതെ കൃപ എന്ന് പറയുന്നതിന്റെ മഹാത്മ്യം, ദൈവനീതിയുടെ മുമ്പിൽ നിർത്തുന്നത് ദൈവകൃപയാണ്. ഇന്നിവിടെ നീ നിൽക്കുന്നത് ദൈവകൃപയാണ്. എന്താ ദൈവകൃപ? യേശുവാണ്. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ വന്ന് പാർത്ത് ആ ദൈവനീതി അവൻ നിറവേറ്റി. ദൈവനീതി മുഴുവനും തന്റെ ശരീരത്തിൽ, തന്റെ ജീവിതം കൊണ്ട്, മരണം കൊണ്ട് നിറവേറ്റി. ഞാനത് ഇതെനിക്ക് ഇപ്പം ഇത്രയും ഇന്ന് വിവരിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ നീതി എന്താണെന്ന് കാണണമെങ്കിൽ യേശുവിന്റെ ജനനം മുതൽ അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരാൾ നോക്കിയാൽ മതി. ഹല്ലേലൂയ. പിതാവ് പറയുന്നതല്ലാതെ, പിതാവിന്റെ ഇഷ്ടമല്ലാതെ, പിതാവിന്റെ ചെവി കൊടുക്കാതെ താൻ ഒരു വാക്ക് തൻ്റെ കഷ്ടതയിലും നിന്ദയിലും തൻ്റെ വേദനയിലും തൻ്റെ ഒറ്റപ്പെടുത്തലിലും തൻ്റെ നഗ്നതയിലും തൻ്റെ കണ്ണുനീരിലും പിതാവിന് ചെവി കൊടുത്ത് പിതാവ് പറയുന്നത് കേട്ട് മാത്രം പ്രവർത്തിക്കുന്നതാണ് ദൈവനീതി. നമുക്ക് നല്ലതെന്നൊക്കെ പലതും തോന്നും കേട്ടോ, ഒന്ന് പ്രതികരിക്കാനൊക്കെ തോന്നും. ഹല്ലേലൂയ. വചനത്തെ ബുദ്ധി കൊണ്ട് വിവേചിക്കരുത്, ആത്മാവ് കൊണ്ട് വിവേചിക്കണം. ഹല്ലേലൂയ. നിനക്കൊരു കരച്ചിൽ വരുന്നില്ലെങ്കിൽ പൗലോസിനോട് ചോദിക്കണം. പൗലോസ് പറയുക, എൻ്റെ ജഡത്തിനകത്ത് നന്മയില്ലെന്ന് ഞാൻ മനസ്സിലാക്കും. എൻ്റെ ശരീരത്തിൽ നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ആത്മാവിന് ഒരു കൊതിയുണ്ട് നന്മ ചെയ്യാൻ. നിങ്ങളുടെ ദേഹീ മണ്ഡലം, നിങ്ങളുടെ ഇച്ഛാശക്തി അതിനെ അനുകൂലമായി പ്രതികരിക്കണം.
തീരുമാനമെടുക്കണം. നിങ്ങളുടെ ഇച്ഛാശക്തി പുറത്തു നിന്നാൽ ആശ്രയം വരുത്തില്ല. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ദൈവാനുരൂപത, ക്രിസ്തു അനുരൂപത വരുത്തില്ല. നിങ്ങളുടെ ബുദ്ധിക്ക് കേട്ടിട്ട് പോകും. നിങ്ങളുടെ വികാരം കൊണ്ട്, വികാരത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്തു? ബോധ്യമായി പറഞ്ഞത് കറക്റ്റാണ്. ഇന്നത്തെ പാർശ്വ പ്രസംഗം കറക്റ്റ് പ്രസംഗം. പക്ഷേ എൻ്റെ അകത്ത് ജീവനായില്ല. എൻ്റെ അകത്തൊരു ക്രിസ്തു ഉരുവായി വന്നില്ല. കറക്റ്റ് വചനമാകട്ടോ. വചനത്തിലുള്ളത് മാത്രമേ പാസ് പറഞ്ഞുള്ളൂ. ബോധ്യപ്പെട്ടു. ഹല്ലേലൂയ. പക്ഷെ അകത്ത് വന്നത് ചത്തു. അകത്ത് വന്ന വചനം ചത്തു. ആദ്യം അറിവുണ്ടായി. വചനത്തിൻ്റെ അറിവ് അത് ബോധ്യങ്ങളിലേക്ക് നയിച്ചു. അത് പ്രാണനിലാണ് നിൽക്കുന്നത്. എൻ്റെ ഇച്ഛാശക്തിയും എൻ്റെ തീരുമാനങ്ങളും കൂടെ ചേർന്ന് എൻ്റെ ആത്മാവിനോട് അനുരൂപപ്പെട്ട് വരുമ്പോൾ ക്രിസ്തു അനുരൂപത എന്നിലുണ്ടാകും. ഇതിനെയാണ് ബൈബിൾ ദൈവാശ്രയം, ദൈവവിശ്വാസമെന്ന് പഠിപ്പിക്കുന്നത്. എനിക്കത് വിവരിക്കാൻ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വാക്കുകളെ നിർത്തുകയാണ്. ഞാൻ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചേ, എല്ലാവരും തലയുയർത്തിക്കേ. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കണം. ഇതുവരെ ഞാൻ ദൈവനീതി എനിക്ക് വേണമെന്ന് അന്വേഷിച്ച എന്നെ നോക്കാൻ പ്ലീസ്. ഹല്ലേലൂയ. ദൈവനീതി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? കർത്താവിൻ്റെ നീതി കിട്ടുന്നത് എങ്ങനെയാണ്? എനിക്ക് ദൈവനീതി വേണമെന്നുള്ള അടങ്ങാത്ത നിലവിളി നിങ്ങൾക്കുണ്ടെങ്കിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു, അവൻ ഉയർത്തെഴുന്നേറ്റത് നമ്മളുടെ നീതീകരണത്തിനാണ്. നമ്മുടെ നീതീകരണം നടക്കുന്നത് ഉയർത്തെഴുന്നേറ്റ യേശു. നിങ്ങൾ റോമാലേഖനം 10-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ വായിക്കുക. അവൻ വന്ന് എൻ്റെ നീതിയായി മാറുകയാണ്. എൻ്റെ നീതി അവനായി മാറുകയാണ്. എന്നിൽ നീതി ഇല്ലെന്ന് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ മരണത്താൽ എൻ്റെ പാപക്ഷമ തന്നിട്ട് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ എന്നെ വന്ന് നീതീകരിച്ച് എന്ന് വെച്ചെന്നാൽ ഇന്നു മുതൽ ഇവൻ നീതിമാനാണ്. പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു, പിതാവേ, ഇന്നു മുതൽ ഞാൻ ഇവനെ നീതീകരിച്ചു. അവനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാറുണ്ടല്ലോ, സാത്താന് ഭയമാ അവനെ. ദൈവം നീതീകരിച്ചവനെ, ഞാൻ നീതിമാനെന്ന് പറയുന്നവനെ സാത്താൻ എടുത്തിട്ട് കുടയും. ഞാൻ നീതിമാനെന്ന് പറയുന്നത് പാപം ചെയ്യാത്തവനെ. ദാവീദ് പറയുന്ന എനിക്ക് റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ദാവീദ് പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. നിങ്ങളാണെങ്കിൽ എന്ത് പറയും? ആരാ ഭാഗ്യവാൻ? ലംഘനം ചെയ്യാതെയും പാപം ചെയ്യാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതല്ലേ നിങ്ങളുടെ വാദം? ദൈവനീതി കണ്ട ദാവീദിനോട് ചോദിക്കുക. ദാവീദ് പറയുന്നു, ലംഘനം ക്ഷമിച്ചു കിട്ടുന്നവനാണ് ഭാഗ്യവാൻ, പാപം മറച്ചു കിട്ടുന്നവനാണ് ഭാഗ്യവാൻ. എങ്ങനെ നീതീകരണം? വിശ്വാസത്താലാണ് നീതീകരണം. നീതീകരണത്തിന്റെ ആധാരം വിശ്വാസമാണ്. അബ്രഹാം എങ്ങനെയാണ് നീതിമാനായത്? ഉൽപ്പത്തി പുസ്തകം 15 വായിച്ചു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അപ്പോൾ അത് നീതിയായി കണക്കിട്ടു. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസമാണ് നീതി വരുത്തുന്നത്, പ്രവൃത്തിയല്ല. ഒരു പ്രവൃത്തിയും അത് ചവറ്റുകുട്ടെ കൊണ്ടിടണം. നിന്റെ പ്രവൃത്തികളെല്ലാം കൂടെ കത്തിച്ചു കളയണം. എന്നിട്ട് യേശു എന്ത് ചെയ്തു? അവന്റെ മരണ അടക്ക ഉയർത്തെഴുന്നേൽപ്പിനെ എന്റെ സ്വന്തമെന്ന് കണ്ട് ആ ഉയർത്തെടുക്കപ്പെട്ട യേശുവിനെ എന്റെ നീതീകരണത്തിന് വേണ്ടിയാണ് ഉയർത്തുന്നതെന്ന് വിശ്വസിച്ച് അവനെ സ്വീകരിക്കുമ്പോൾ പാവപ്പെട്ടവൻ നീതീകരിക്കപ്പെട്ടു പോയി. പക്ഷെ ഇപ്പം നീതിമാനെന്ന് പറഞ്ഞ പരീക്ഷനോട് ചോദിക്കുക, നീ നീതീകരിക്കപ്പെട്ടോ? ലൂക്കോസ് 18:9-10 വാക്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നു. എന്താ പറയുന്നത്? അവൻ നീതി കിട്ടാതെ വലഞ്ഞുപോയി എന്ന മറത്തടിച്ച ഒരുത്തൻ. ഞാൻ പാപിയായ മനുഷ്യന് എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചപ്പോൾ ദൈവം അവനെ നീതീകരിച്ചു. ദൈവം നീതീകരിച്ചവനെ സാത്താന് ഭയമാണ്. ദൈവം നീതീകരിച്ചവന് സ്വർഗത്തിന് ആനന്ദമാണ്. ദൈവം നീതീകരിച്ചവൻ ലോകത്തിൽ നിന്ദിക്കപ്പെട്ടേക്കാം, ലോകത്തിൽ പരിഹാസ വിഷയമായേക്കാം. നിങ്ങളുടെ നീതി ഏതാണ്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദൈവം നീതീകരിച്ചതാണോ?
നിങ്ങളുടെ നീതി പ്രവൃത്തിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ ദൈവം നീതീകരിച്ചവനാണ് ഞാനെന്നുള്ളവർ ഒന്ന് കരവേർത്താം. ദൈവം നീതീകരിച്ചില്ലേ മോനെ? കരവേർത്ത്. ദൈവം നീതീകരിച്ചില്ലേ? കർത്താവ് നീതീകരിച്ചില്ലേ? അതോ നിന്റെ നീതിയാണോ? എല്ലാവരെയും കർത്താവ് ധാരാളം മോളെ കർത്താവ് നീതിയിരിക്കോ? അതോ നിന്റെ നീതിയിലാണ് നിൽക്കുന്നത്? അല്ല, കർത്താവ് സ്തോത്രം. ഒരു നിമിഷം ഒന്ന് കണ്ടടയ്ക്കാൻ പറയാം.